എല്ലാവർക്കും നമസ്കാരം. കുറഞ്ഞ ശമ്പളമുള്ള മാസാവസാനം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പാടുപെടുന്ന മിഡിൽ ക്ലാസ്സുകാരായ ആളുകൾക്ക് പണം സേവ് ചെയ്യാനുള്ള കുറച്ച് ടിപ്സാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ആദ്യമായി ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് മാത്രമേ ഉള്ളെങ്കിൽ, ഒരു സാലറി അക്കൗണ്ട് മാത്രമേ ഉള്ളെങ്കിൽ മറ്റൊരു അക്കൗണ്ട് കൂടി തുറക്കുക. എന്നിട്ട് മാസം ശമ്പളം വരുന്ന ഉടനെ തന്നെ ശമ്പളത്തിൻ്റെ 10% മറ്റേ അക്കൗണ്ടിലേക്ക് മാറ്റുക. ഈ രണ്ടാമത് തുറക്കുന്ന അക്കൗണ്ടിൽ കഴിയുന്നതും ജിപേ, എടിഎം കാർഡ് ഇതൊന്നും ഇനേബിൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മളത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്, ചിലവാക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഇപ്പോൾ ജിപേ ഒക്കെ ഇനേബിൾ ആണെങ്കിൽ നമ്മൾ ഈ അക്കൗണ്ടിലെ സാലറി അക്കൗണ്ടിലെ പൈസ കഴിയുമ്പോൾ തീർച്ചയായും നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവും അവിടെ സേവ് ചെയ്തിരിക്കണം മറ്റേ അക്കൗണ്ടിലെ പൈസ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജിപേ ഒന്നും ഇനേബിൾ അല്ലെങ്കിൽ നമ്മളത് യൂസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാകുകയാണ്. വളരെ അത്യാവശ്യം വരികയാണെങ്കിൽ മാത്രമേ പിന്നെ നമ്മൾ അതിൽ പൈസ എടുക്കാൻ പോവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സാലറി അക്കൗണ്ടിൽ 10% ശേഷം എത്രയാണോ ബാക്കിയുള്ളത് അതുകൊണ്ട് ജീവിത ചെലവ് ക്രമീകരിക്കാൻ പഠിക്കുക. അപ്പോൾ അതിന് സഹായിക്കുന്ന ടിപ്സുകളാണ് ഇനി വരാൻ പോകുന്നത്. എങ്ങനെയാണ് നമ്മുടെ ജീവിത ചെലവ് കുറയ്ക്കുക എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പോൾ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് 2 സേവിങ് അക്കൗണ്ട് തുറക്കുക. ഒന്ന് സാലറി അക്കൗണ്ട്, മറ്റേത് നമ്മൾ സേവ് ചെയ്യുന്ന അക്കൗണ്ട്. കുറേശ്ശെ പൈസയാണ്, വെറും 10% അതിലേക്ക് പോകുന്നത്. പക്ഷേ ആദ്യത്തെ 1-2 മാസമൊക്കെ ഇത് വളരെ കുറവായി നമുക്ക് തോന്നുമെങ്കിലും 1 വർഷമോ 2 വർഷമോ കഴിഞ്ഞ് നിങ്ങൾ നോക്കുമ്പോൾ തീർച്ചയായും അതൊരു നല്ല തുകയായി മാറിയിട്ടുണ്ടാവും, അത് നമ്മൾ യൂസ് ചെയ്യാതെ ഇരിക്കാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ. ഇനി രണ്ടാമത്തെ കാര്യമാണ് മാസ്റ്ററിങ് ദ 30-day റൂൾ. 30-day റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കണം എന്ന് തോന്നി, നമുക്ക് കുറച്ചുകൂടി വലിയൊരു ടി വി വേണമെന്ന് തോന്നുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞാൽ, ഉടനെ തന്നെ പോയിട്ട് ടി വി മേടിക്കുന്നതിന് പകരം ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ടി വി സെലക്ട് ചെയ്ത ശേഷം അതിനെ കാർട്ടിലേക്ക് മാറ്റുക. ഉടനെ ബൈ ചെയ്യാതെ കാർട്ടിലേക്ക് മാറ്റുക. എന്നിട്ടൊരു 30 ദിവസം നമ്മൾ നോക്കുക, നമുക്കത് അത്യാവശ്യം തന്നെ ആണോ, ആ ടി വി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കൊരു പുതിയ ടി വിയുടെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കാനൊക്കെ ഉള്ള ഒരു സമയം 30 ദിവസം കൊണ്ട് നമുക്ക് കിട്ടും. അതുമാത്രമല്ല, ഈ ടി വി മേടിക്കണമെന്ന് നമ്മൾ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറേശ്ശെ അതിലേക്ക് വേണ്ടി കുറച്ച് പൈസ സേവ് ചെയ്യാനും നമുക്ക് ഉപകരിക്കും ഈ 30 ദിവസത്തെ സമയം. അപ്പോൾ എന്തെങ്കിലും നമുക്ക് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ പോയി അത് മേടിക്കുന്നതിന് പകരം നമ്മളൊരു 30 ദിവസം സമയം കൊടുക്കുക. അത് ഏത് സാധനമാണെങ്കിലും. അതുപോലെ തന്നെ ഈ ഓൺലൈനിലൊക്കെ ആകുമ്പോൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ വളരെ ഓഫറുകൾ വരാറുണ്ട് അല്ലേ? ഓഫേഴ്സ് വരുന്ന സമയമുണ്ടല്ലോ, ആ സമയം നോക്കിയിട്ട് എപ്പോഴാണോ ലാഭകരം ആ സമയത്ത് മേടിക്കാൻ നോക്കുക. അപ്പോൾ ചിലപ്പോൾ അത് പകുതി വിലയ്ക്കൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം കിട്ടും. പിന്നെയുള്ളതാണ് പ്രിപ്പയർ എ പർച്ചേസ് ലിസ്റ്റ് ബിഫോർ ഗോയിങ് ഫോർ ഷോപ്പിംഗ്. നമ്മൾ എന്തെങ്കിലും സാധനം മേടിക്കാൻ പോകുമല്ലോ അല്ലേ, ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി നമ്മൾ ടൗണിൽ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കണം. അതിൽ എല്ലാം ഉൾപ്പെടണം. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും എന്തൊക്കെയാണോ നമ്മൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് അതെല്ലാം ലിസ്റ്റിലുണ്ടായിരിക്കണം. അതിന് പുറമെ കുട്ടികൾക്ക് വേണ്ട ചോക്ലേറ്റ് ഏതാണെന്ന് വരെ അവരോട് ചോദിച്ചിട്ടുണ്ടാവണം. അവർ 5 സ്റ്റാറാന്ന് പറയണമെങ്കിൽ എത്ര എണ്ണം വേണം എന്നുള്ളതൊക്കെ നമ്മൾ കണക്ക് കൂട്ടി ലിസ്റ്റിലുണ്ടായിരിക്കണം. ഇങ്ങനെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിൽ അനാവശ്യ സാധനങ്ങൾ മേടിക്കുന്നതിനുള്ള ചാൻസ് വളരെയധികം കുറവായിരിക്കും. പ്രത്യേകിച്ച് ലിസ്റ്റൊന്നും ഇല്ലാതെ മനസ്സിൽ വിചാരിച്ചിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ കണ്ണ് കാണുന്നതൊക്കെ നമുക്ക് വേണമെന്ന് തോന്നും. എല്ലാം അത്യാവശ്യമുള്ള സാധനങ്ങളായിരിക്കും സൂപ്പർ മാർക്കറ്റിൽ കാണുന്നതെല്ലാം. പക്ഷെ നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കി അത് നന്നായി നോക്കിയിട്ടാണ് പോകുന്നത് വെച്ചാൽ, ഈ ലിസ്റ്റിൽ കാണുന്ന സാധനങ്ങൾ മാത്രമേ നമ്മുടെ കണ്ണിൽ പെടുകയുള്ളൂ. ബാക്കിയുള്ളതൊന്നും അങ്ങനെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കയറില്ല. അപ്പോൾ ഒരുപാട് പൈസ ലാഭിക്കാൻ നമുക്കിത് സഹായിക്കും. കുട്ടികൾ ഹാപ്പി ആയിരിക്കും, കാരണം അവർക്ക് എന്താണ് വേണ്ടതെന്ന് ആദ്യമേ ചോദിച്ച് അതിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കിയല്ലേ നമ്മൾ പോകുന്നത്. അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്ന സാധനം നമ്മൾ എന്തായാലും അവർക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് പൈസ സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ലിസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രം കടകളിൽ പോവുക. പിന്നെയുള്ളതാണ് പ്ലാൻ യുവർ മീൽ അക്കോർഡിംഗ് ടു ദ ഗ്രോസറി പ്രൈസ്. എപ്പോഴും സാധനങ്ങൾക്ക് എല്ലായ്പ്പോഴും ഒരേ വിലയായിരിക്കില്ല അല്ലേ? ചിലപ്പോൾ തക്കാളിക്ക് വില കൂടും, ചിലപ്പോൾ ഉള്ളിക്ക് വില കുറയും, അങ്ങനെയുള്ള ചിക്കന് വില കൂടും, മീനിന് വില കുറയും. അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ എപ്പോഴും മാർക്കറ്റിലുണ്ടാകും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ നല്ല ബോധവാന്മാരായിരിക്കണം. എന്നിട്ട് കടയിൽ പോകുന്ന ആളുകൾ എന്താണോ വില കുറവ് ആ സാധനങ്ങൾ മേടിക്കാൻ നോക്കുക. മീനിന് വില കൂടുതലാണെങ്കിൽ ചിക്കൻ മേടിക്കാൻ നോക്കുക, ചിക്കന് വില കൂടുതലാണെങ്കിൽ നമുക്ക് മുട്ടയിലേക്ക് മാറാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അതുപോലെ പച്ചക്കറികളാണെങ്കിലും ഏതാണോ ആ സമയത്ത് സീസണൽ ആയിട്ടുള്ള സാധനങ്ങൾക്ക് വില കുറവായിരിക്കും അല്ലേ? ഇപ്പോൾ ആപ്പിളിനൊരു സീസൺ ഉണ്ടായിരിക്കും,
ഓറഞ്ചിനൊരു സീസൺ ഉണ്ടായിരിക്കും, അതുപോലെ മാങ്ങയ്ക്കൊരു സീസൺ ഉണ്ടായിരിക്കും. എപ്പോഴാണോ ഇതിന് വില കുറവുള്ളത് ആ സമയത്ത് ആ ഫ്രൂട്ട്, ആ പച്ചക്കറി, ആ ഗ്രോസറി അങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കാൻ ശ്രമിക്കുക. വീട്ടിൽ കുക്ക് ചെയ്യുന്നവരെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നിങ്ങൾ എന്ത് കൊണ്ടുപോയി കൊടുത്താലും അത് വെച്ച് നല്ല വിഭവം ഉണ്ടാക്കാൻ പ്രാപ്തരായിട്ടുള്ള ആളുകളാണ് വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുന്ന ആളുകൾ. അവർക്ക് എന്തെങ്കിലും സാധനം വെച്ച് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ ഇഷ്ടംപോലെ യൂട്യൂബ് ചാനൽ, കുക്കറി ഷോസ് എത്ര എണ്ണമാണ്, എത്ര വേണമെങ്കിൽ അവർ വെറൈറ്റി റെസിപ്പീസ് ഉണ്ടാക്കുന്നുണ്ട്. അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾക്കായി നമ്മൾ ചിലവഴിക്കുന്ന തുക കുറയ്ക്കാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ നമ്മളെ എൻ്റർടൈൻമെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു മാസം 2 സിനിമയൊക്കെ കാണുന്ന ആളുകളാണെങ്കിൽ അത് 1 സിനിമയാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സിഗരറ്റ് വലിക്കുന്ന ശീലമൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് വരിക. എന്ന് വെച്ചാൽ ഒരു ദിവസം 3-4 സിഗരറ്റ് വലിക്കുന്ന ആളുകളാണെങ്കിൽ അത് ഒരെണ്ണമാക്കി കുറയ്ക്കാൻ നോക്കുക. അപ്പോഴും നമുക്ക് നല്ലൊരു തുക ലാഭിക്കാൻ കഴിയും. അതുപോലെ ആഴ്ചയ്ക്ക് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കുന്ന ശീലമുള്ള ആളുകളാണെങ്കിൽ അത് മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ആക്കി കുറയ്ക്കാൻ നോക്കുക. അപ്പോൾ നമ്മളത് ശീലിച്ചാൽ മതി, പിന്നെ അത് ശീലമായിക്കോളും. അപ്പോൾ അങ്ങനെ നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും ഈ 500-1000 ഒക്കെ കൂടി തന്നെയാണ് നമുക്ക് 10,000 ലക്ഷമൊക്കെ ആവുന്നത്. പിന്നെയുള്ളതാണ് പ്ലാൻ യുവർ ട്രാവൽ ഇൻ അഡ്വാൻസ്. ഇപ്പം നമുക്ക് നാട്ടിലേക്ക് പോകാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. കുട്ടികളുടെ വെക്കേഷൻ വരുമ്പോൾ നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ആദ്യമേ ബുക്ക് ചെയ്ത് വയ്ക്കുക. 3 മാസം മുമ്പൊക്കെ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ അതിന് വളരെയധികം കുറവുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ സിനിമ കാണാൻ പോവുകയാണെങ്കിലും ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിലും വീക്ക് ഡേയ്സിൽ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ വീക്കെൻഡ്സിലാണെങ്കിൽ അതിന് ചാർജ് കൂടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ വീക്ക് ഡേയ്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ നോക്കുക, ശനി ഞായർ നോക്കുന്നതിന് പകരം. അപ്പം അങ്ങനെയുള്ള സമയത്ത് ബുക്ക് ചെയ്യുകയാണെങ്കിൽ പൈസ കുറവായിരിക്കും. പിന്നെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നെവർ കമ്പയർ വിത്ത് യുവർ നെയ്ബേഴ്സ്. അയൽക്കാരുമായിട്ട് താരതമ്യം ചെയ്യാതിരിക്കുക. അവരുടെ വീട്ടിൽ വലിയ കാറാണ് എന്ന് കരുതി നമ്മൾ വലിയ കാർ മേടിക്കാൻ പുറപ്പെടരുത്. കാരണം അവരുടെ വരുമാനമായിരിക്കില്ല നമ്മുടെ വരുമാനം, അവരുടെ ജീവിത സാഹചര്യങ്ങളായിരിക്കില്ല നമ്മുടെ വീട്ടിലുള്ളത്. അവർ ചിലപ്പോൾ ആകെ 4 പേരേ ഉള്ളൂ, 4 പേരും ജോലിക്ക് പോകുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ നമ്മുടെ വീട്ടിലെ സ്ഥിതി അതായിരിക്കില്ല. അപ്പോൾ എല്ലാവരുടെയും ജീവിതം വേറെ വേറെയാണ്, ജീവിത സാഹചര്യങ്ങൾ വേറെയാണ്, വരുമാനം വേറെയാണ്, ചിലവുകൾ വേറെയാണ്. അപ്പോൾ വേറെ ആളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ അതിനനുസരിച്ച് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി, സോഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടി അധികം പൈസ ചിലവാക്കാതിരിക്കുക. പിന്നെ കഴിയുന്നതും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നത് ശീലമാക്കുക. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാൻ സാധിക്കും. ഈ ഒരാൾക്ക് പോകാൻ വേണ്ടി മാത്രം നമ്മൾ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തൊക്കെ പോകുന്നത് നമുക്ക് തീർച്ചയായും പെട്രോളിൻ്റെയൊക്കെ വില വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയും കുറച്ച് പൈസ ലാഭിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് ഭാവിയിലേക്ക്, ഇത് ഒരു മാസം കൊണ്ട് പണക്കാരാവാം അല്ലെങ്കിൽ ഒരുപാട് പൈസ സേവ് ചെയ്യാൻ എന്നല്ല പറയുന്നത്, പക്ഷെ ഭാവിയിൽ നമ്മൾ 1-2 കൊല്ലം കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു സേവിങ് തീർച്ചയായും ഉണ്ടായിരിക്കും.